ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഡേറ്റ്സ് അച്ചാറാണ്. ഡേറ്റ്സ് മാത്രമല്ല, അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡേറ്റ്സ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇതൊന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. പിന്നെ ഒരു ക്യാരറ്റ് കുറച്ച് വലുത്, പിന്നെ കുറച്ച് ഒരു കുടം വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, പിന്നെ അതുപോലെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉലുവയും പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, പിന്നെ അതുപോലെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ഒരുപാട് അതിൻ്റെ കളറൊന്നും അങ്ങനെ മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമുക്കറിയാമല്ലോ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം അതുവരെ മാത്രം ഒന്ന് വഴറ്റുക. അതിൻ്റെ കൂടെ ഒരു 2-3 വറ്റൽമുളകും കൂടി. വറ്റൽമുളക് നമ്മൾ ആദ്യം അത് ഇട്ട് കൊടുത്താൽ നമുക്കത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം മാത്രം വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് കുറച്ച് നേരം കൂടുതലൊന്ന് വഴറ്റിയെടുക്കണം. കാരണം ഇത് നമ്മൾ ഇനി വേവിച്ചതൊന്നുമല്ല, പച്ചയ്ക്ക് എടുത്തതാണ്. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കുമ്പോൾ അത് അധികം ഇങ്ങനെ പച്ചയ്ക്ക് കടിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കൂടി അത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. നന്നായിട്ട് ഒന്ന് വറുത്തെടുത്ത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് നമ്മൾ ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ എടുത്താൽ മതി, കട്ട് ചെയ്യുമൊന്നും വേണ്ട. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അതും ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഇതിൻ്റെ നടുവിൽ നമുക്കിത് ഇങ്ങനെ ചെയ്യണമെന്നില്ല, വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ട് മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ജസ്റ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 2 സ്പൂൺ മുളക് പൊടി. ഞാൻ നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ആ മുളക് പൊടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഇപ്പോൾ ഓൾറെഡി ഞാൻ മുളക് വറുത്ത് പൊടിച്ച മുളകാണ്. അപ്പോൾ എന്നാലും നമ്മളത് കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നും കൂടി വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഇതുപോലെ നമുക്ക് അതും ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വൈറ്റ് വിനാഗിരിയാണ് എടുക്കേണ്ടത്, ആപ്പിൾ വിനാഗിരി ഒന്നും എടുക്കരുത്, ഇത് തന്നെ എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് ബോട്ടിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, കഴിഞ്ഞതാണ്. അപ്പോൾ ഞാനതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 3-4 സ്പൂണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വീണ്ടും നമുക്കൊന്ന് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കാൻ വിട്ടിരുന്നു. ഇപ്പോൾ ഇട്ട് കൊടുത്താലും ആദ്യം ഇട്ട് കൊടുത്താലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അച്ചാർ ഇത് ഓൾറെഡി മധുരമാണ്. പൊതുവേ നമുക്ക് അച്ചാറിന് കുറച്ച് ഉപ്പ് ചുടുക്കാൻ വേണം. അപ്പോൾ ഇത് ഡേറ്റ്സ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. കാരണം നമ്മുടെ ക്യാരറ്റൊക്കെ ഓൾറെഡി വെന്തതാണ്, നമ്മൾ നേരത്തെ അത്രയും നല്ല ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ ഡേറ്റ്സൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊരു സോഫ്റ്റായി കിട്ടണം. ഇനി അതിലേക്ക് ഒരു അച്ച് വെല്ലവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് ചുടുവെള്ളം ഒരു 1/2 ഗ്ലാസും കൂടി. അപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് 1 ഗ്ലാസ് ചുടുവെള്ളമാണ്. അത് ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് തിളപ്പിച്ച് എടുക്കാം. അപ്പോൾ എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ അച്ചാർ പാകമായിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല, കറക്റ്റ് പാകമാണ്. 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.